വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മളിങ്ങനെ എക്സാംസിന്റെ ഒഴുക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ടെൻഷൻ ആകൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. ഇപ്പൊ ഇന്ന് രാത്രി നടക്കുന്ന മെഗാ മാരത്തോൺ ലൈവും നാളെ നടക്കുന്ന മോർണിംഗ് ബൂസ്റ്ററും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് പോവാ. കൂടെ നിങ്ങളതായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുക. അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ 40 on 40 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ദ ഫോളോയിങ്. അല്ലെ, നമ്മൾ ആദ്യം എന്തോട് തന്നിട്ടുണ്ട് അതിന്റെ ബന്ധം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൊമെന്റത്തിന്റെ കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് തന്നിട്ടുണ്ട്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ യൂണിറ്റുകൾ എഴുതി കൊടുക്കാനാണ്. ഇമ്പൾസ്, ആവേഗത്തിന്റെ യൂണിറ്റ്. ഇമ്പൾസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. സോ ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ്. ന്യൂട്ടൺ സെക്കൻഡ് അല്ലെ, ന്യൂട്ടൺ സെക്കൻഡ്. യൂണിറ്റുകൾ എഴുതുമ്പോൾ ചെറിയൊരു സ്പേസ് ഇട്ട് വേണം കേട്ടോ എഴുതാൻ. ഇപ്പൊ ന്യൂട്ടൺ കഴിഞ്ഞിട്ട് സെക്കൻഡ് എഴുതുമ്പോൾ ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലത്തിന്റെ യൂണിറ്റ്. അല്ലെ, നമ്മളിങ്ങനെ വിചാരിക്കും ഇതിന്റെ യൂണിറ്റ് ചിലപ്പോൾ വലിയ എന്തോ യൂണിറ്റ് ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പം വേണ്ട മക്കളെ, ന്യൂട്ടൺ തന്നെയാണ് ഇതിന്റെ യൂണിറ്റ് കേട്ടോ. നെക്സ്റ്റ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ത്വരണത്തിന്റെ യൂണിറ്റ് തന്നെയാണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് മീറ്റർ ബൈ സെക്കൻഡ്. ഇത് രണ്ടും എന്താണ്? നിങ്ങൾ തെറ്റിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ? A lorry of mass 1500 kilogram moves with a velocity of 10 meter by second. By applying brakes, it is brought to rest. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടു റെസ്റ്റ് എന്ന് കാണുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടു റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലേക്ക് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് V0 എന്നാൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫ്രം റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്ന്, ഫ്രമും ടൂന്റെ ഒക്കെ ഒരു മാറ്റം അല്ല എന്താണ്? അതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ U = 0 തന്നിരിക്കുന്നത്. U എന്താണെന്ന് അറിയാലോ? ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം, ആൻഡ് V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവാൻ പാടില്ല. ഓക്കെ, സെറ്റ്. അപ്പം എന്ത് ചെയ്യാ, ക്വസ്റ്റ്യനിൽ അതും തന്നിട്ടുണ്ട് അല്ലെ. റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭയങ്കര വലിയ ഹിന്റാണ്. ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 5 സെക്കൻഡ്. ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന ഹിന്റുകളൊക്കെ അത് കൊടുക്കണം കേട്ടോ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കത്തിക്കോളൂ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ലോറി? ലോറിയുടെ ആദ്യ ആക്കം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മൊമെന്റം കണ്ടുപിടിക്കുക? മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ, മാസ് ഇൻറ്റു പ്രവേഗമാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ആദ്യ ആക്കം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം ആയതുകൊണ്ട് തന്നെ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, മാസ് ഇൻറ്റു ആദ്യ പ്രവേഗം വേണം ചെയ്യാൻ. ദാറ്റ് ഈസ് M ഇൻറ്റു U ചെയ്യാണ്. M എത്രയായിരുന്നു? 1500 കിലോഗ്രാം ആണ്. ആൻഡ് U നമുക്കറിയാം അത് 10 മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻസ് തരുമ്പോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എഴുതി കൊടുക്കണം സൈഡിൽ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1500 ഇൻറ്റു 10. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 15000 എന്ന് വരും അല്ലെ. ഈ നമ്പർ എഴുതുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഇതിന്റെ യൂണിറ്റ്. അതൊരിക്കലും തെറ്റിക്കരുത്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് ആണ്. തെറ്റിച്ച് പോകരുത് കേട്ടോ. ഓക്കെ, ഇത് അറിയാതെ എക്സാമിന് പോവല്ലേ, യൂണിറ്റ് അറിയാതെ പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ലോറിയുടെ അന്ത്യ ആക്കം എത്ര? വാട്ട് ഈസ് എ ഫൈനൽ മൊമെന്റം? ഫൈനൽ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി അല്ലെ, ദാറ്റ് ഈസ് ഫൈനൽ മൊമെന്റം. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അതായത് ഒരുപാട് സമയമായി പോകും നമ്മളിങ്ങനെ എഴുതുമ്പോൾ, ഡ്യൂറേഷൻ കൂടും, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഫൈനൽ മൊമെന്റം അല്ലെങ്കിൽ എന്താണ് പറയാ? അന്ത്യ ആക്കം. അന്ത്യ ആക്കം അല്ലെ. അന്ത്യ ആക്കം എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, M ഇൻറ്റു V, മാസ് ഇൻറ്റു അന്ത്യപ്രവേഗം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും സൈഡിൽ ഇത് എഴുതി കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. M = 1500 കിലോഗ്രാം ആണ്. ആൻഡ് V എത്രയായിരുന്നടാ? ടു റെസ്റ്റ് എന്ന് കണ്ടാൽ 0 എന്ന് കൊടുക്കണം അല്ലെ. സോ 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു 0. എത്രയാണ്? 0 അല്ലെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫൈനൽ ആൻസർ തെറ്റിയാൽ പോലും എന്ത് ചെയ്യും, ആ ടീച്ചേഴ്സ് മാർക്ക് ഇട്ടുതരാം. ഇതൊക്കെ അറിയാലേ കുട്ടിക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാർക്ക് ഇട്ടുതരാം. സോ അത് എഴുതൽ നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? ആക്ക വ്യത്യാസ നിരക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്?
ചേഞ്ച് ഇൻ മൊമെന്റം, ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. എന്താണ്? ആക്ക വ്യത്യാസം ഡിവൈഡഡ് ബൈ സമയമാണ്. ഓക്കെ, ആക്ക വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കും? MV മൈനസ് MU അല്ലെ, അന്ത്യാക്കം മൈനസ് ആദ്യാക്കം അല്ലെങ്കിൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിച്ചാൽ അവരിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് നമുക്ക് കിട്ടും ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ MV എന്താ? 0 സോ 0 മൈനസ് MV എത്ര കിട്ടിയത്? 15000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -3000 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അതും ശ്രദ്ധിക്കണം, കാരണം റേറ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചെറിയൊരു മാറ്റമുണ്ട് മൊമെന്റത്തിന്റെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെയും യൂണിറ്റുകൾ തമ്മിൽ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ്, കാരണം അല്ലെ വണ്ടി ബ്രേക്ക് ചെയ്യാണ് അല്ലെ, വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് ആയത്. നെക്സ്റ്റ്, ആക്ക വ്യത്യാസ നിരക്ക് ബലത്തെ ആശ്രയിക്കുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ ദി അപ്ലൈഡ് ഫോഴ്സ്. അത് പറയുന്ന ലോ ഏതാണ്? ന്യൂട്ടന്റെ 3 ലോസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം റിലേറ്റഡ് ടു സെക്കൻഡ് ലോ അല്ലേ. അപ്പൊ സെക്കൻഡ് ലോ കൂടെ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മാർക്കും കൂടെ നോക്കണം കേട്ടോ. ഒരു 2 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും ആ നിയമം ഇവിടെ പ്രസ്താവിക്കുക. ഇവിടെ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എഴുതി കൊടുക്കണം. പക്ഷെ നിയമം എന്താണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 masses 5 kilogram and 20 kilogram each are separated by different distance as shown in the figure. നമുക്ക് 2 മാസസ് ഏതൊക്കെയാണ്? 5 കിലോഗ്രാം 20 കിലോഗ്രാം ഉള്ള 2 മാസസ് 2 രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് തമ്മിൽ 5 മീറ്റർ ആണ് ദൂരം വരുന്നത്. മറ്റേത് അവർ തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ ദൂരമാണ് വരുന്നത്. ഇതിലേതിലാണ് ആകർഷണ ബലം കൂടുതൽ? ഏതിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതൽ? ഇവർ തമ്മിലുള്ള ഏക മാറ്റം എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ മാറ്റമാണ്. അപ്പൊ ഡിസ്റ്റൻസും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ പഠിച്ചതാണ് F is 1 proportional to 1/d². F is inversely proportional to d². That means ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയും. അപ്പൊ ഇതിലേതിലാണ് ഡിസ്റ്റൻസ് കൂടുതൽ? അയാൾക്ക് ഫോഴ്സ് കുറവാണ്. 10 മീറ്റർ ആണ് കൂടുതൽ. അപ്പൊ ഇവിടെ എന്താണ്? F കുറവ്. 5 മീറ്റർ അല്ലെ, 5 മീറ്റർ കുറവാണ്, 5 മീറ്റർ ഡിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ F എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ആകർഷണ ബലം കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ഫിഗർ എയിലാണ്, 1ാമത്തെ ചിത്രത്തിലാണ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാസസ് ഇൻ ഫിഗർ 2. ഇതിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ക്വസ്റ്റ്യൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ആകർഷണ ബലം എന്നൊക്കെ ചോദിച്ചാല് നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. F is equal to G into M1 M2 divided by d² എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാസസും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഇവിടെ എഴുതി കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഗ്രാവിറ്റേഷന്റെ കേസിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെ, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പൊ ഫൈനൽ ആൻസർ സ്വാഭാവികമായിട്ടും തെറ്റാം അല്ലെ. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കച്ചിത്തുരുമ്പാണ് ഇതാ ഇവിടെ അതൊക്കെ എഴുതി കൊടുക്കാൻ. അപ്പൊ ടീച്ചർ ഇങ്ങനെ വിചാരിക്കും, ഓ പാവ ഇതൊക്കെ എഴുതിച്ചിട്ട് മാർക്ക് കൊടുക്കാന്നല്ലേ വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതാൻ നിർബന്ധമാണ് കേട്ടോ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. എന്ത് ചെയ്താൽ മതി? F സമം ആദ്യം തന്നെ പോയിട്ട് ജീന്റെ വാല്യൂ, ആ വലിയ വാല്യൂ 6.67 അതിവിടെ എഴുതി കൊടുക്കരുത്. ആദ്യം G എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്യുക. സോ G ഇൻറ്റു M1 എന്തായിരുന്നടാ? 5 ഇൻറ്റു M2 20 ഡിവൈഡഡ് ബൈ M1 M2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ. ഇയാളെ M1 എടുക്കണം, ഇയാളെ M2 എടുക്കണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. ആൻഡ് D എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ 10² ചെയ്യുമ്പോൾ G ഇൻറ്റു 5 ഇൻറ്റു 20 എത്രയാടാ? 100 അല്ലേ, ഡിവൈഡഡ് ബൈ 100. സോ 100/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? G എന്ന് കിട്ടി അല്ലെ. ജീന്റെ വാല്യൂ എല്ലാവർക്കും അറിയാലോ. ജീന്റെ വാല്യൂ പഠിച്ചു വെക്കണം. 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. അത്രയും ന്യൂട്ടൺ ആണ്. കാരണം ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. നിങ്ങൾ ഇവിടെ
ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ജീന്റെ വാല്യൂ ദയവ് ചെയ്ത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ പിന്നെ കൺഫ്യൂഷൻ ആയി പോകും, കോൺഫിഡൻസ് പോകും. സോ ആദ്യം ജി ഇതുപോലെ ഇട്ടിട്ട് ചെയ്യുക. ലാസ്റ്റ് മാത്രം ആ ജീന്റെ അലാക്കിന്റെ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്ലൂയിഡ്സിന്റെ ചാപ്റ്റർ എന്നാണ് അല്ലെ. 2 ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ക്വസ്റ്റ്യൻസ് നോക്കാല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് ദി ഡിവൈസസ് എ ആൻഡ് ബി. എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എ എന്ന് പറഞ്ഞ എന്താണ്? എ നമുക്കറിയാം, എ ആണ് ഹൈഡ്രോമീറ്റർ ആണ് അല്ലെ. ആൻഡ് ബി എന്താണ്? ലാക്ടോമീറ്റർ അല്ലെ. എഴുതി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എനി വൺ യൂസ് ഓഫ് ഈച്ച് ഡിവൈസസ്. ഇതിന്റെയൊക്കെ മലയാളം മീഡിയം ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ ഉപകരണത്തിന്റെയും ഉപയോഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹൈഡ്രോമീറ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ യൂസ് ചെയ്യുക? ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ അല്ലെ. അതായത് നമ്മളുടെ ലിക്വിഡ്സിന്റെ സാന്ദ്രത മെഷർ ചെയ്യാൻ, സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. വെള്ളത്തിന്റെ സാന്ദ്രത അളക്കുക. നെക്സ്റ്റ് എന്താണ്? ലാക്ടോമീറ്റർ. ലാക്ടോ എന്ന് പറഞ്ഞാൽ മിൽക്കാണ്, അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ മിൽക്കിന്റെ പ്യൂരിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാക്ടോമീറ്റർ അല്ലെ. മിൽക്കിന്റെ, പാലിന്റെ പരിശുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദീസ് ഡിവൈസസ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവർത്തന തത്വം. എന്താണ് ഫ്ലൂയിഡ്സിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ്? പ്ലവന തത്വം. നെക്സ്റ്റ്, ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത. ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി 1025 കിലോഗ്രാം മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ ആണ്. അതിന്റെ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക? അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെടാ? ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണം. എന്താണ്? തന്നിരിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി. ഇവിടെ ഉപ്പുവെള്ളമാണല്ലോ. സോ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ സാന്ദ്രത. വെള്ളത്തിന്റെ സാന്ദ്രത ഇപ്പൊ ക്വസ്റ്റ്യൻ തരുമോ? ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം അല്ലെ. വെള്ളത്തിന്റെ സാന്ദ്രത ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. മലയാളം മീഡിയം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് സാന്ദ്രത. ഓക്കെ, തിരിച്ചു മറിച്ചൊക്കെ എഴുതുന്നുണ്ടല്ലേ ഞാൻ. ഓക്കെ, അപ്പൊ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രതനെ വെള്ളത്തിന്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത തന്നിരിക്കുന്നത് 1025 ആണ് അല്ലെ. വെള്ളത്തിന്റെ സാന്ദ്രത ക്വസ്റ്റ്യനിൽ തരുമോ? തരില്ല. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. എത്രയാണ്? 1000. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി ഇതാരും പോയിട്ട് 1025-നെ 1000 കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇതിൽ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഏതായാലും അറിയാം അല്ലെ. എന്തായാലും ഇതൊരു പോയിന്റ് വരുന്നുള്ള നമുക്ക് കാര്യം അറിയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൗട്ടും ഇല്ലാതെ ഈ ആൻസർ അതുപോലെ എഴുതി കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതിൽ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. അപ്പൊ 3 അല്ലെ, പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ. ഇത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി? ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് നമുക്കറിയാം. ആപേക്ഷിക സാന്ദ്രതയുടെ ഇക്വേഷൻ എന്താണ്? ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റിനെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി എന്ത് ചെയ്യണം? രണ്ടിനെയും സെയിം, മുകളിലും താഴെയും ഒരു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. സോ ഡെൻസിറ്റിക്ക്, അതായത് നമ്മുടെ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇവിടെ ഇല്ല. നോ യൂണിറ്റ് എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ വർക്ക് ആൻഡ് എനർജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. If a force of 50 Newton is applied continuously on a body and it undergoes a displacement 2 meter അല്ലെ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം തന്നിട്ട് എത്രയാണ്? 2 മീറ്റർ ആണ്. അവിടെ കൊടുത്ത ഫോഴ്സ്, ബലം തന്നിട്ട് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. ചോദിച്ചിരിക്കുന്ന അവിടെയുള്ള വർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും?
ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതായത് 50 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് ആണ്, ദാറ്റ് ഈസ് ജൂൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉയർത്തുക അല്ലെ, താഴെയുള്ള ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്താനുള്ള വർക്കാണ് ചോദിച്ചതെങ്കിൽ അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ mgh ആണ്. അപ്പൊ ആരും പോയിട്ട് F×S ചെയ്യരുത്. അപ്പൊ കൊടുക്കേണ്ട ഇക്വേഷൻ mgh ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോണ്ടന്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് കുറച്ച് ഓപ്ഷൻസ് അല്ലെ, ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ പോസിറ്റീവ് വർക്ക് ചെയ്ത് നെഗറ്റീവ് വർക്ക് എന്ന് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. ഒരു കല്ലിനെ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അറിയാലോ, നമുക്കറിയാം. ഇതാ ഒരു കല്ലാണ്. ഈ കല്ലിനെ ഞാൻ മുകളിലേക്ക് എറിയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? മുകളിലേക്കാണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് എന്താണ്? താഴേക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും എന്താണ്? ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഇനി പോസിറ്റീവ് വർക്ക് എപ്പോഴാവുക? രണ്ടും ഒരേ ഡയറക്ഷൻ. മുദ്ര ശ്രദ്ധിക്കുക, രണ്ട് മുദ്രയും ഒരേപോലെ ആണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് വർക്കാണ്. എന്നാൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് വർക്ക്. സോ ഇവിടെ എന്താണ്? നെഗറ്റീവ് വർക്കാണ്, നെഗറ്റീവ് ആണ്. നെക്സ്റ്റ്, ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് വെൻ ദ സ്റ്റോൺ ത്രോൺ അപ്പ്. നമ്മളൊരു കല്ലിനെ മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക്, നമ്മൾ കല്ലിനെ മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ആൻഡ് നമ്മൾ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്? കല്ലിന് മുകളിലേക്ക് എറിയാൻ നമ്മൾ മുകളിലേക്കാ ഫോഴ്സ് കൊടുക്കുന്നത്. സോ എന്താണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ ദ കോക്കനട്ട് ഫാളിംഗ് ഡൗൺ അല്ലെ. കോക്കനട്ട് താഴേക്ക് വീഴുമ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടും നോക്കണം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? താഴേക്കാണ്. ഇനി ആര് ചെയ്യുന്നതാ ചോദിച്ചിരിക്കുന്നത്? ആര് ചെയ്യുന്നതാണ്? ഗ്രാവിറ്റി ചെയ്യുന്നത്. ഗ്രാവിറ്റിനെ കുറിച്ച് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇറ്റ് ഓൾവേസ് എന്താണ്? ഡൗൺവേർഡ് ആണ്. സോ രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് പോസിറ്റീവ് വർക്ക്. സെറ്റ് ആണല്ലോ? റെഡി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ABC എന്നിവ ഭൂമിയിലെ 3 സ്ഥാനങ്ങളാണെന്ന് തന്നിട്ടുണ്ട്. ABC അത് 3 പ്ലേസസ് ഓഫ് എർത്ത്. ഓക്കെ, അറ്റ് വിച്ച് പ്ലേസ് ഓൺ ദ എർത്ത് ദ വാല്യൂ ഓഫ് G ഈസ് മാക്സിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതാണ് നമ്മളുടെ ഭൂമിന്റെ ഷേപ്പ് അല്ലെ. ഇതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല അല്ലെ. എന്താണ്? ഭൂമിക്ക് ഒരു ചെറിയ ഇതാണ് നമ്മുടെ സെന്റർ എങ്കില് ഇവിടേക്കുള്ള ദൂരം അല്ലെ. ഈ സ്ഥലം സീന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വേറ്റർ എന്ന് പറയും. എന്താ മലയാളത്തിൽ പറയാ? ഭൂമധ്യരേഖ എന്നാണ് പറയാ. ഓക്കെ, ഇവിടെയുള്ള സ്ഥലമാണ് നമ്മളുടെ പോള്. എന്താ നമ്മൾ പറയാ? ധ്രുവ പ്രദേശം എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, G എന്ന് പറയുന്നത് റേഡിയസിനനുസരിച്ച് മാറ്റം വരും. ഭൂമിന്റെ റേഡിയസിനനുസരിച്ചിട്ട് മാറ്റം വരും. എങ്ങനെയാണ് മാറ്റം വരുന്നത്? G എന്ന് കൂടും. എപ്പോ അറിയാം? റേഡിയസ് കുറയുമ്പോൾ. അവർ ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, സെന്ററിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം വളരെ കൂടുതലാണ് അല്ലെ. പോളിലേക്ക് കുറച്ച് ദൂരം, ഇക്വേറ്ററിൽ കുറച്ച് അധികം ദൂരമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? റേഡിയസ് കൂടുതലാണ് അല്ലെ. റേഡിയസ് കൂടി, അതുകൊണ്ട് തന്നെ G എന്താകും? കുറയും. അവർ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ G എന്ത് ചെയ്യും? G കുറയും. എന്നാൽ പോളിന്റെ കേസിൽ നോക്കിക്കോ, റേഡിയസ് കുറവായത് കൊണ്ട് തന്നെ G എന്തായിരിക്കും? കൂടും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, പോളില് ധ്രുവ പ്രദേശത്ത് G കൂടുതലാണ്. എന്താ കാരണം? റേഡിയസിന്റെ കുറവ് കൊണ്ടാണ്. റേഡിയസും Gയും ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ കാര്യം കിട്ടിക്കോളും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50 കിലോ മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. എങ്ങനെയാണ് ഭാരം? വെയിറ്റ് കണ്ടുപിടിക്കുക. വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വെയിറ്റ് ഭാരം സമയം എന്താണ്? M×G ചെയ്താൽ മതി അല്ലെ. ഇവിടെ മാസ് എത്രയാണ്? 50 ആണ്. അപ്പൊ G എന്ന് പറഞ്ഞാൽ എന്താ? ഈ 6.67 ആണോ? അല്ല. G സ്മോൾ ലെറ്റർ G എന്ന് പറയുമ്പോൾ എന്താണ്? ആള് മാറിപ്പോയിട്ടുണ്ട് അല്ലെ. G ഓഫ് എർത്ത് എന്താ നമുക്കറിയാം? 9.8 ആണ്. അപ്പൊ 9.8 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അതിന് യൂണിറ്റ് കൂടെ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. യൂണിറ്റ്, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ മറന്നു പോകരുത്. നെക്സ്റ്റ്, ഈ വസ്തുവിന്റെ ചന്ദ്രനിലെ മാസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. എല്ലാ കുട്ടികളും എല്ലാരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കും. എന്നിട്ടല്ലേ മാസ് കണ്ടുപിടിക്കാൻ പറയാം. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ എവിടെ മാസ് ചോദിച്ചാലും, ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം 50, ഇതിന്റെ വെയിറ്റ് നമുക്ക് എത്ര കിട്ടും? ഏകദേശം നമുക്ക് 490 എന്ന് കിട്ടും അല്ലെ.
490 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഭൂമിയിൽ ഇതിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ, എവിടെ എന്ത് മാസ് ചോദിച്ചാലും മക്കളെ മാസ് എന്ന് പറഞ്ഞാല് ഒരിക്കലും മാറില്ല. മാസ് തന്നിരിക്കുന്ന മാത്രം 50 കിലോ. ഈ വസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോയാലും നമ്മുടെ മൂണിലേക്ക് കൊണ്ടുപോയാലും ജൂപ്പിറ്റർ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും മാസ് ഒരിക്കലും മാറൂല. വെയിറ്റ് മാത്രമാണ് ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ച് മാറുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ട ഒരുപാട് കുട്ടികൾ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്, ഒരുപാട് കുട്ടികൾ ആൻസർ തെറ്റായിട്ടാണ് കമന്റ് ചെയ്തത്. മക്കൾ ഒരിക്കലും തെറ്റിപ്പോവല്ലേ. മാസ് എന്ന് പറഞ്ഞാല് ഒരിക്കലും മാറൂല. മാസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഞാൻ 50 കിലോ ഉള്ള ഈ ഒരു പഞ്ചസാര, ഒരു ചാക്ക് പഞ്ചസാര ഞാൻ റോക്കറ്റിൽ കയറിയിട്ട് എന്തെയാണ് മൂണിൽ കൊണ്ടുപോയി വെക്കുമ്പോഴും അതിന്റെ മാസ് എത്രയായിരിക്കും? 50 തന്നെയായിരിക്കും. അത് ഒരിക്കലും മാറൂല. വെയിറ്റ് മാത്രമാണ് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് മാറാം. മാസ് റിമെയിൻസ് ദ സെയിം. സോ മാസ് എത്രയായിരിക്കും? 50 കിലോ ആണ് അല്ലെ. ഇത് നിങ്ങൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. മാസ് റിമെയിൻസ് ദ സെയിം. ഇനി ചന്ദ്രനിലെ വെയിറ്റ്, ഭാരമാണ് ചോദിച്ചതെങ്കിൽ സിമ്പിൾ ആണ്, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യാ? താഴെ കമന്റ് ചെയ്യാ. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഒരു ടെൻഷനും വേണ്ട, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഫിസിക്സിന്റെ എക്സാം നിങ്ങൾ പൊളിച്ചടക്കും. നിങ്ങൾ കുട്ടികളാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.